Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വി കുഞ്ഞികൃഷ്ണന്റെ പയ്യന്നൂരിലെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അണികൾ നൽകിയ താക്കീതായി വേണം കരുതാൻ. യഥാർത്ഥത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ പാർട്ടി പരാജയപ്പെടാൻ കാരണമായത് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവർത്തന ശൈലിയോ ആണ്. ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIMന്റെ അജയ്യമായ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂരിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭയിലും കരിവള്ളൂർ, പെരളം, കാങ്കോലാലപ്പടമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഇടതു കേന്ദ്രങ്ങളിലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി എന്ന് വേണം കരുതാൻ. മുൻകാലങ്ങളിൽ LDFന് 80% മുകളിൽ വോട്ട് ലഭിച്ചിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് ഒഴുകി. ഇത് പാർട്ടി മെമ്പർമാരുടെയും അനുഭാവികളുടെയും നിശബ്ദമായ പ്രതിഷേധത്തിന്റെ തെളിവായി കാണപ്പെടുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ ഈ വിജയത്തിന്റെ പിന്നിലെ പ്രധാന ഘടകം CPIM അണികൾക്കിടയിലുണ്ടായ നിശബ്ദ പ്രതിഷേധമാണ്. വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തി പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾക്ക് സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നു. പരസ്യമായ പ്രതിഷേധങ്ങൾ ഒഴിവാക്കി വോട്ടിങ്ങിലൂടെ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്ന തന്ത്രമാണ് സാധാരണ പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതോടൊപ്പം മണ്ഡലത്തിലെ, പ്രത്യേകിച്ച് പയ്യന്നൂർ നഗരത്തിലെ നിലവിലെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വോട്ടർമാരും തൃപ്തരല്ല എന്ന് വേണം കണക്കാക്കാൻ. കൃത്യമായ നിലപാടുകളുള്ള നേതാക്കളെ അച്ചടക്കത്തിന്റെ പേരിൽ പാർട്ടി തഴയുന്നു എന്ന തോന്നൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. പാർട്ടി നയങ്ങൾ തിരുത്തപ്പെടണമെന്ന ആഗ്രഹമുള്ള ഒരു വിഭാഗം CPIM വോട്ടുകൾ വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി മാറി. പയ്യന്നൂരിലെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അണികൾ നൽകിയ താക്കീതായി വേണം കരുതാൻ. UDFന്റെ തന്ത്രപരമായ പിന്തുണയും വി കുഞ്ഞികൃഷ്ണന്റെ വ്യക്തിപ്രഭാവവും ഒത്തുചേർന്നപ്പോൾ തകർക്കാനാവാത്തതെന്ന് കരുതിയ ചുവപ്പുകോട്ടയിൽ മാറ്റത്തിന്റെ പുതിയ ചരിത്രം കുറിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രവർത്തന ശൈലിയോ ആണ്. വിജയിച്ചതാകട്ടെ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന, എന്നാൽ നേതൃത്വത്തിലെ പാളിച്ചകളെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗവും. അതുകൊണ്ട് തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ വിജയം ഇടതുപക്ഷത്തിന്റെ വിജയം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക വഴി അണികൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല എന്നതാണത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടിയിൽ ഫ്ലക്സ് യുദ്ധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ UDF തരംഗത്തിന് പിന്നാലെയാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. VD സതീശനെയും KC വേണുഗോപാലിനെയും മുൻനിർത്തി ഉയർന്ന ഫ്ലക്സുകൾ വെറും അഭിനന്ദനങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രി പദവിയിലേക്ക് ആരെന്ന ചർച്ചയെ ശക്തമാക്കുകയാണ്. പ്രതീക്ഷ അസ്തമിച്ച കെട്ടകാലത്ത് നിന്നും ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി. UDFനെ വിജയരഥത്തിലെത്തിയ നിലപാടിന്റെ രാജകുമാര എന്ന സന്ദേശവുമായി VD സതീശനെ ഉയർത്തിക്കാട്ടുന്ന ഫ്ലെക്സ് ആദ്യമുയർന്നു. തൊട്ടടുത്തായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നയിച്ചവൻ നായകൻ എന്ന മുദ്രാവാക്യത്തോടെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് കൂടി എത്തിയതോടെ ഒരേ പാർട്ടിക്കുള്ളിലെ നേതൃത്വ ചർച്ചകൾ തുറന്ന വേദിയിലേക്ക് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം ശക്തമായ പശ്ചാത്തലത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് ഇപ്പോൾ പ്രവർത്തകരും പൊതുജനങ്ങളും. ഫ്ലെക്സ് ബോർഡുകൾ വഴിയുള്ള ഈ രാഷ്ട്രീയ സന്ദേശങ്ങൾ ആ ചോദ്യത്തിന്റെ സൂചനകൾ നൽകുന്നുവെന്നാണ് വിലയിരുത്തൽ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. KSTP റോഡിൽ വാഹനാപകടം. ചെറുകുന്ന് താവത്ത് ഇന്നോവ കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ബുള്ളറ്റ് യാത്രക്കാരനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ബുള്ളറ്റിൽ ഇടിച്ച ശേഷം സമീപത്തെ വൈദ്യുതി തൂണിൽ ഇടിച്ചാണ് ഇന്നോവ കാർ നിന്നത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ചെറുകുന്ന സ്വദേശിയായ ബുള്ളറ്റ് യാത്രക്കാരനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ഇന്നോവ കാറിലെ യാത്രക്കാരിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാറിന്റെ മുൻഭാഗം തകർന്നു. ബുള്ളറ്റ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വാഹനയാത്രക്കാരുടെ അശ്രദ്ധയും റോഡിന്റെ ശോച്യാവസ്ഥയുമെല്ലാം പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ ഇതിനകം നൂറുകണക്കിന് അപകടങ്ങളാണ് വരുത്തിവെച്ചിട്ടുള്ളത്. റോഡിലെ കുഴിയടക്കൽ പ്രവൃത്തി 1 മാസം മുൻപ് ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇത് പാതിവഴിയിൽ നിലച്ച മട്ടിലാണ്. റോഡിൽ ആവശ്യത്തിന് തെരുവ് വിളക്ക് ഇല്ലാത്തതും രാത്രികാലങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൃഷിയെ നെഞ്ചോട് ചേർത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച് കുറ്റൂർ കുവപ്പയിലെ പി സരോജിനി എന്ന കർഷക. തന്റെ 1 ഏക്കർ കൃഷിഭൂമിയിൽ വൈവിധ്യമാർന്ന വിളകളാണ് സരോജിനി തന്റെ അധ്വാനത്താൽ വിളയിച്ചെടുക്കുന്നത്. പ്രായം തളർത്താത്ത ആവേശവുമായി മണ്ണിൽ വിസ്മയം തീർക്കുകയാണ് കുറ്റൂർ കൂവപ്പ സ്വദേശിനി പി സരോജിനി. 10ാം വയസ്സിൽ തുടങ്ങിയ കൃഷിയോടുള്ള അഭിനിവേശം വാർദ്ധക്യത്തിലും തെല്ലും കുറയാതെ ഒരു ജീവിതചര്യയായി ഇവർ കൊണ്ടുനടക്കുകയാണ്. തന്റെ 1 ഏക്കർ കൃഷിഭൂമിയിൽ വൈവിധ്യമാർന്ന വിളകളാണ് സരോജിനി വിളയിക്കുന്നത്. പച്ചക്കറി ഇനങ്ങളായ വെള്ളരി, കുമ്പളം, തണ്ണിമത്തൻ, പച്ചമുളക്, പയർ, പാവൽ എന്നിവയാൽ സമ്പന്നമാണ് ഇവരുടെ കൃഷിയിടം. ഇതിനു പുറമെ 1 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും വിവിധ സുഗന്ധവിളകളും ഇവർ കൃഷി ചെയ്തു വരുന്നു. തെങ്ങ്, കമുക്, കുരുമുളക്, നേന്ത്രവാഴ എന്നിവയും ഇവരുടെ കൃഷിയിടത്തിലെ പ്രധാന വിളകളാണ്. പരമ്പരാഗത കൃഷിക്കൊപ്പം പുതുമയുള്ള പദ്ധതികളിലും സരോജിനി പങ്കാളിയാകുന്നു. 2024-25 വർഷത്തെ ഔഷധഗ്രാമം പദ്ധതി പ്രകാരം 50 സെന്റ് സ്ഥലത്ത് സരോജിനി കുറുന്തോട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെയും ജനകീയാസൂത്രണ പദ്ധതിയുടെയും സബ്സിഡി ആനുകൂല്യങ്ങളും ഈ കർഷകയ്ക്ക് തുണയാകുന്നുണ്ട്. വിളവെടുക്കുന്ന പച്ചക്കറികൾ കുടുംബശ്രീ ചന്തകൾ വഴിയും പ്രാദേശിക വിപണികൾ വഴിയുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓണക്കാലത്ത് കൃഷിഭവൻ ഒരുക്കുന്ന ഓണച്ചന്തകളിലെ സജീവ സാന്നിധ്യമാണ് സരോജിനിയുടെ ഉൽപ്പന്നങ്ങൾ. കൃഷിയിലെ ഈ അർപ്പണബോധം പരിഗണിച്ച് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മികച്ച കർഷകയായി സരോജിനിയെ ആദരിച്ചിട്ടുണ്ട്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കൂവപ്പ എന്ന സ്ഥലത്ത് ഉള്ള കർഷകയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സരോജിനി ചേച്ചി, സരോജിനി പി. ഇദ്ദേഹം ഇവിടെ പറയണ്ടായി, അവർ ചെറുപ്പകാലത്ത് തൊട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ കർഷകയാണ്. തന്റെ 75ാമത്തെ വയസ്സ് വരെ ഇപ്പോൾ കൃഷി തന്നെയാണ്. കൃഷി കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്ന ഒരു കർഷകയാണ്. എൻ്റെ അമ്മയുടെ കൂടെ 10ാം വയസ്സിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ എല്ലാ കൃഷിയും എന്ന് പറഞ്ഞാൽ ആദ്യം പനക്കൃഷിയാണ്. പനക്കൃഷി, നെൽകൃഷി എല്ലാം. നേരം തോര, ചാമ, മുത്താറി ഇങ്ങനെയുള്ളത് എല്ലാം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം വരെയും ഞാൻ ആ സൈസിലുള്ളത് എൻ്റെ ഒരു സ്ഥലത്ത് അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം എല്ലാം ഈ കൃഷി നടത്തി. കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന പുതുതലമുറയ്ക്ക് വലിയൊരു ആവേശവും പ്രചോദനവുമാണ് സരോജിനിയേച്ചിയുടെ ഈ ജീവിതം. സരോജിനിയുടെ ഈ നിശ്ചയദാർഢ്യം നാടിന് തന്നെ അഭിമാനമായി മാറുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരത്ത് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി ഇരുമ്പ് കമ്പികൾ. സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബിന്റെ കമ്പികളാണ് ഭീഷണിയായി മാറുന്നത്. പരിയാരത്ത് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി ഇരുമ്പ് കമ്പികൾ. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഇറങ്ങുന്ന സർവീസ് റോഡിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് സ്ലാബിന്റെ കമ്പികളാണ് ഭീഷണിയായി മാറുന്നത്. റോഡിനു പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ കമ്പികളിൽ തട്ടി അപകടത്തിൽപ്പെടുന്നു. ഇന്ന് ഇതിൽ തട്ടി 2 വീലർ മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റിരുന്നു. അതിനുശേഷം അധികൃതർ വന്ന് കമ്പികളുടെ കുറച്ച് ഭാഗം മുറിച്ചു നീക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് ശാശ്വത പരിഹാരമല്ല. അതിനാൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഇവിടെ കമ്പികൾ നീക്കം ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടിയ നിയുക്ത MLA സന്ദീപ് വാര്യർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചു. 25 കേന്ദ്രങ്ങളിലൂടെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞാണ് റോഡ് ഷോ നടത്തിയത്.
തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ തൃക്കരിപ്പൂർ പഞ്ചായത്ത് വലിയപറമ്പ് പടന്ന ചെറുവത്തൂർ പഞ്ചായത്തുകളിലൂടെ കടന്ന് നീലേശ്വരം നഗരസഭയിലെ കോട്ടപ്പുറത്ത് രാത്രിയോടെ സമാപിച്ചു. തുറന്ന വാഹനത്തിൽ UDF നേതാക്കൾക്കൊപ്പം DJയും വാദ്യമേളങ്ങളും കൂടിയായതോടെ സന്ദീപ് വാര്യരുടെ റോഡ് ഷോയിൽ ഉടനീളം യുവാക്കളുടെ ആവേശം വാരിവിതറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാണിജ്യ ഗ്യാസ് സിലിണ്ടർ വില വർധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി മെയ് 6 നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. അന്യായമായ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വിലവർധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി മെയ് 6 കടയടപ്പ് സമരം നടത്തുന്നു. സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മുത്താഴം മഹേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് A നാരായണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജനതാ വിജയൻ, യൂണിറ്റ് സെക്രട്ടറി ഗ്രേസ് സെയ്ദ്, ട്രഷറർ ഷാൻ ബർഗർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിയമസംരക്ഷണത്തിന്റെ വഴിയിൽ നിന്ന് ജനസേവനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ബാബു അക്കരക്കാരന്റെ ജീവിതം വേറിട്ടൊരു മാതൃകയാണ്. പോലീസ് കുപ്പായം അഴിച്ചുവെച്ചെങ്കിലും അധ്വാനത്തിന്റെ പാതയിൽ വിശ്രമമില്ലാതെ കുടിവെള്ളത്തിനായി മണ്ണിലിറങ്ങുകയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. റിട്ടയർമെന്റ് ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, അധ്വാനിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയായ ബാബു അക്കരക്കാരൻ. തന്റെ വിശ്രമ ജീവിതത്തിലും അദ്ദേഹം നിത്യവും തൊഴിലെടുത്ത് ജീവിക്കുകയാണ് ഇന്നും. നിയമപാലനത്തിന്റെ കൃത്യതയും മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ള ആവേശവും ഒത്തുചേർന്നപ്പോൾ ബാബു അക്കരക്കാരൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറി. വർഷങ്ങളോളം പോലീസ് സേവനത്തിൽ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ബാബു ഇന്ന് കിണർ നിർമ്മാണ രംഗത്തെ സജീവ സാന്നിധ്യമാണ്. വിശ്രമ ജീവിതം ആസ്വദിക്കേണ്ട പ്രായത്തിലും കഠിനാധ്വാനത്തിലൂടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ള സൗകര്യമൊരുക്കുകയാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ പഠനത്തിനോടൊപ്പം ജോലി കൂടി ചെയ്തു വളർന്ന ബാബുവിന് കഠിനാധ്വാനം പുത്തരിയല്ല. പിതാവ് കുണ്ടുവളപ്പിൽ കുഞ്ഞിരാമൻ, കോറോത്ത് അമ്പു, തത്ത ഭാസ്കരൻ, ഗോപാലൻ, രാഘവൻ എന്നിവരിൽ നിന്നാണ് കിണർ നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം അഭ്യസിച്ചത്. 2003 മുതൽ ഈ രംഗത്ത് സജീവമായ ബാബു ആഴമേറിയ കിണറുകൾ നിർമ്മിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ സജീവമായിട്ട് ഈ കിണറിൻ്റെ പണിയിൽ ഇറങ്ങിയിട്ടാണുള്ളത്. നേരത്തെ ഞാൻ പോലീസിൽ വരുന്നതിന് മുന്നേ ആദ്യകാലത്ത് ഞാൻ കിണറിൻ്റെ പണിയിൽ സജീവമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാരുടെ ആ ശിക്ഷണത്തിലൂടെയാണ് ഞാൻ പഠിച്ചു വന്നത്. അതിൽ എൻ്റെ അച്ഛൻ വളരെ ഒരു കിണർ പണിയിലെ പണിക്കാരനായിരുന്നു. അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുണ്ടായത്. ഇപ്പം ഞാൻ ഈ റിട്ടയർമെൻറ്റിന് ശേഷം തന്നെ ഏകദേശം ഒരു 10-30 കിണറിൻ്റെ 40 കിണറിൽ കഴിഞ്ഞു. ഇനിയിപ്പം 5-6 ബാക്കിയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷ്. ഇപ്പോൾ താങ്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താങ്കളിപ്പോൾ 2 ജോലികൾ ചെയ്യുന്നുണ്ട്. അതായത് പോലീസിലായിരുന്നപ്പോൾ ആ ജോലിയും ഇപ്പോൾ കിണറിൻ്റെ ജോലിയും. അപ്പോൾ ഇതിലേത് ജോലിയാണ് താങ്കളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് ഈ കിണറിൻ്റെ പണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പോലീസിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം ഞാൻ അത് ഏകദേശം 10-27 കൊല്ലം പോലീസിൻ്റെ പണിയെടുത്തിട്ട് ഒരു SI ആയിട്ട് റിട്ടയർ ആയിട്ട് വന്നൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ വളരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പോലീസ് പോകുന്നതിനെക്കാട്ടി മുപ്പിട്ട് ആദ്യമായിട്ട് ചെയ്ത് 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഞാൻ ചെയ്ത പണി ഈ കിണറിനാണ്. അപ്പോൾ താങ്കൾ 2 ജോലി ചെയ്തിരുന്ന ആളാണ്. അതായത് കിണർ പണി ചെയ്തിരുന്നു, പോലീസും ആയിരുന്നു. അപ്പോൾ താങ്കളുടെ ആ 2 ജോലിയും ക്ലബ് ചെയ്ത് ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റിയത് പോലീസ് സ്റ്റേഷനിലെ കിണർ ഒഴിച്ചപ്പോഴാണ്. അപ്പോൾ അതിലുള്ള സംതൃപ്തി എങ്ങനെയാണ്? അതായത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ആ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ കാര്യം, ഞാൻ ചെയ്ത ആ വർക്കിൽ ഏറ്റവും കൂടുതൽ എന്നെ ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫീൽഡിൽ എത്തിച്ചേർന്നത് ഞാൻ ആ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ആ ഇത് ഞാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുമ്പോഴായിരുന്നു. അങ്ങനെ ആ രീതിയിൽ അത് നടത്തി നല്ല രീതിയിലുള്ള ആ ഒരു ഇതാണ്ടായത്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ആ പോലീസ് സ്റ്റേഷനിലും
പോലീസിൻ്റെ വർക്കിൻ്റെ ഒപ്പം എനിക്ക് ഈ ഒരു വർക്കും കൂടെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഏകദേശം 10-600 അത് ഇവിടെ മാത്രമല്ല, പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. തൃക്കരപ്പൂര്, കുഞ്ഞിമംഗലത്ത്, പിന്നെ കണ്ടോത്ത്, കരിവള്ളൂർ, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഏറെ അപകടങ്ങൾ നിറഞ്ഞ മേഖലയാണെങ്കിലും 40 വർഷത്തെ അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു. അശോകൻ, കമലാക്ഷൻ, ബിജു, അനിൽ, സാജൻ, കൃഷ്ണൻ, മധു, സുകുമാരൻ എന്നിവരടങ്ങിയ വിശ്വസ്തരായ തൊഴിലാളികളാണ് ബാബുവിന്റെ കരുത്ത്. കഠിനമായ വേനലിൽ കുടിവെള്ളത്തിനായി വലയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകുക എന്നത് ഒരു ഉപജീവന മാർഗത്തിനപ്പുറം സേവനമായാണ് അദ്ദേഹം കാണുന്നത്. 2016 ചെറിയൊരു ഇടവേള എടുത്തെങ്കിലും കർമ്മപഥത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു. വിരമിക്കൽ എന്നാൽ വിശ്രമമല്ലെന്നും സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമാണെന്നും തെളിയിച്ചിരിക്കുകയാണ് പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയായ ബാബു അക്കരക്കാരൻ. SI ആയതിനു ശേഷം റിട്ടയർ ചെയ്തപ്പോഴും തനിക്ക് കൈമുതലായുള്ള കിണറുപണിയിൽ വ്യാപൃതനാണ് ഇന്നും അദ്ദേഹം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കൊടും വേനലിലും വറ്റാതെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിലെ വടുകുന്ന തടാകം. ഐതിഹ്യപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതകളുണ്ട് വടുകുന്ന തടാകത്തിന്. കടുത്ത ചൂടിലും വറ്റാത്ത തടാകം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 200 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പാറയിലെ വടുകുന്ന തടാകം ശക്തമായ വേനലിലും വറ്റാതെ നിൽക്കുകയാണ്. മാടായിപ്പാറയിലെ ജീവജാലങ്ങൾക്ക് കുടിനീര് നൽകുന്നത് വടുകുന്ന തടാകമാണ്. മഴക്കാലത്ത് മാടായിപ്പാറയിൽ പെയ്തിറങ്ങുന്ന ജലം വടുകുന്ന തടാകത്തിൽ ശേഖരിക്കുകയാണ്. മാടായിപ്പാറയുടെ സമീപ പ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭിക്കുന്നതിനും ഈ തടാകം ഒരു പ്രധാന കാരണമാണ്. ഇവിടുത്തെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ജലത്തിന്റെ pH മൂല്യം 7 കണ്ടെത്തിയിട്ടുണ്ട്. ശുദ്ധമായ ജലമാണ് വടുകുന്ന തടാകത്തിലേത്. കൊടും വേനലിലും വറ്റാത്ത വടുകുന്ന തടാകം പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഐതിഹ്യപരമായും ചരിത്രപരമായും നിരവധി പ്രത്യേകതകളുണ്ട് വടുകുന്ന തടാകത്തിന്. ദാരികവധത്തിനു ശേഷം കോപിഷ്ഠയായ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പരമശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് വടുകുന്ന ശിവക്ഷേത്രത്തിന് സമീപത്തെ വടുകുന്ന തടാകം എന്നും ഇതിൽ നീരാടിയപ്പോൾ ദേവിയുടെ കോപം ശമിച്ചു എന്നുമാണ് വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാടായിക്കാവിലെ പൂരംകുളി ആറാട്ട് നടക്കുന്നത് വടുകുന്ന തടാകത്തിലാണ്. മനുഷ്യന്റെ ഇടപെടൽ മാടായിപ്പാറ മലിനമാക്കുന്നതോടൊപ്പം വടുകുന്ന തടാകവും മലിനമാക്കുന്നുണ്ട്. കൊടും വേനലിലും വറ്റാതെ നിൽക്കുന്ന വടുകുന്ന തടാകത്തെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വടുകുന്ന തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അതിശയം തന്നെയാണ് ഈ തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. എത്രയോ ഉയരമുള്ള സ്ഥലത്ത് ഈ വേനൽക്കാലത്തും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു തടാകം ഈ പാറപ്പുറത്ത്, മാടായിപ്പാറപ്പുറത്ത് ഉണ്ടെന്നുള്ളത് ഒരു അതിശയം തന്നെയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തടാകം പൂരം കുളിക്കുന്ന, മാടായിക്കാവിലെ പൂരം കുളിക്കുന്ന ഒരു തടാകമായി ഇരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ അപൂർവ സൗന്ദര്യമുള്ള നാഗലിംഗം മരത്തിന്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. പൂവിന്റെ നടുവിലുള്ള രൂപം ശിവലിംഗത്തെയും അതിനു മുകളിലായി വിരിയുന്ന പാമ്പിന്റെ ഫണത്തെയും ഓർമ്മിപ്പിക്കുന്നതിനാലാണ് ഇതിന് നാഗലിംഗം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പയ്യന്നൂർ മഹാദേവ ഗ്രാമം പ്രദേശത്ത് അപൂർവ സൗന്ദര്യമുള്ള നാഗലിംഗം മരത്തിന്റെ പൂക്കൾ വിരിഞ്ഞത് നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ വൃക്ഷം കാനൻ ബോൾ ട്രീ എന്ന പേരിലും അറിയപ്പെടുന്നു. പീരങ്കി ഉണ്ടകൾ പോലുള്ള കായകൾ ഉണ്ടാകുന്നതിനാലാണ് ഇതിന് ഇംഗ്ലീഷിൽ കാനൻ ബോൾ ട്രീ എന്ന് പറയുന്നത്. വലിയ ചുവപ്പ്, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഈ മരത്തിന്റെ പ്രധാന ആകർഷണം. പൂവിന്റെ നടുവിലുള്ള രൂപം ശിവലിംഗത്തെയും അതിനു മുകളിലായി വിരിയുന്ന പാമ്പിന്റെ ഫണത്തെയും ഓർമ്മിപ്പിക്കുന്നതിനാൽ നാഗലിംഗം എന്ന പേര് ലഭിച്ചതായി TP പത്മനാഭൻ മാസ്റ്റർ പറയുന്നു. മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ പലപ്പോഴും അത്ഭുതകരമായ പലതും കാണുകയും അവയൊക്കെ തന്നെ
കൂടുതൽ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. 35 മീറ്ററിലധികം ഉയരം വരികയും 5-8 പേർ ചുറ്റും നിന്ന് പിടിച്ചാൽ പോലും പിടിയെത്താതെ വിധം വണ്ണം വെക്കുന്നതുമായ ഒരു മരം. ആ മരത്തിൻ്റെ വേര് മുതൽ മുകളിലോളം ധാരാളമായി കാണ്ഡത്തിൽ നിന്ന് നാരുകൾ പോലെയുള്ള തണ്ടുകൾ വിരിഞ്ഞു വരികയും അവയിൽ നിറയെ ആയിരക്കണക്കിന് പൂക്കൾ, ആ പൂക്കളാണെങ്കിൽ നല്ല പിങ്ക് നിറവും അതേപോലെ തന്നെ അതിന് ധാരാളം കേസരങ്ങളും പൂമ്പൊടിയും, അതിൻ്റെ മധ്യഭാഗത്ത് പരാഗണ സ്ഥലത്ത് ഒരു വെള്ള നിറം, ആ പരാഗണ സ്ഥലത്തെ വെള്ള നിറത്തിൽ ഏതാണ്ട് മനുഷ്യൻ ശിവലിംഗം രൂപം ആരോപിക്കുകയും ചെയ്യുകയാണ്. വിടർത്തി നിൽക്കുന്ന നാഗത്തിൻ്റെ പത്തിയെ പോലെയാണ് അതിൻ്റെ 6 ദളങ്ങളുള്ള ഒരു പുഷ്പമാണിത്. ഈ 6 ദളങ്ങളും വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ പത്തിയെപ്പോലെയും അതിൻ്റെ പരാഗണ സ്ഥലത്തിലെ വെളുപ്പ് ശിവലിംഗത്തിൻ്റെ ആകൃതിയിൽ മനുഷ്യൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകതയായി പൂക്കൾ ശാഖകളിലല്ലാതെ മരത്തിന്റെ തണ്ടിൽ തന്നെ വിരിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. ദക്ഷിണ അമേരിക്കയിലാണ് ഈ വൃക്ഷത്തിന്റെ ഉത്ഭവമെങ്കിലും ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇത് വ്യാപകമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശിവനുമായി ബന്ധമുള്ള പുഷ്പമെന്ന നിലയിൽ ഭക്തി ആചാരങ്ങളിലും ഇതിന് പ്രധാന സ്ഥാനമുണ്ട്. ഇതിനൊപ്പം വലിയ പന്ത് പോലുള്ള ഫലങ്ങളും ഈ വൃക്ഷത്തിൽ ഉണ്ടാകുന്നു. ഭാരം കൂടിയ ഈ ഫലങ്ങൾ താഴേക്ക് വീഴാൻ സാധ്യതയുള്ളതിനാൽ മരത്തിന്റെ സമീപത്ത് ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. പ്രകൃതി സൗന്ദര്യവും ആത്മീയ വിശ്വാസവും ഒത്തുചേരുന്ന നാഗലിംഗം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ കടുക്കുമ്പോൾ ക്രോസ് ബാറുകൾ നോക്കുകുത്തികളാവുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ക്രോസ് ബാറുകളിൽ മിക്കവയും ഉപയോഗശൂന്യമാവുകയാണ്. വേനൽ കടുക്കുമ്പോൾ ക്രോസ് ബാറുകൾ നോക്കുകുത്തികളാവുകയാണ്. വെള്ളം തടഞ്ഞു നിർത്തേണ്ട ക്രോസ് ബാറുകൾ അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ക്രോസ് ബാറുകളിൽ മിക്കവയും ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. പലയിടത്തും ജനുവരി പകുതിയോടെ പലകയും മണ്ണുമിട്ട് വെള്ളം തടഞ്ഞു നിർത്തേണ്ടതായിരുന്നു. വേനൽ കടക്കുന്നതിന് മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വെള്ളം തടുത്തു നിർത്താനുള്ള ശ്രമങ്ങളൊന്നും പലയിടത്തും നടത്തിയിട്ടില്ല. യഥാസമയം തോടുകളിൽ വെള്ളം കെട്ടിനിർത്തിയാൽ കൃഷിയിടങ്ങളിൽ അത് ജലസേചനത്തിന് പര്യാപ്തമാകും. കൂടാതെ സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലും മറ്റും ജലനിരപ്പ് താഴാതെ നിൽക്കുന്നതിനും ഉപകരിക്കും. പൊതുജന പങ്കാളിത്തത്തോടെ വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. IRPC പയ്യന്നൂർ സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ഓഫീസ് പാച്ചേനിയിലെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. IRPC പയ്യന്നൂർ സോണൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. രോഗി പരിചരണത്തിന്റെ കാര്യത്തിലും വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നടന്നു വരുന്നത്. ജനാട്ടിലെയും പ്രാദേശികയിലെല്ലാം നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഞാൻ 2 ആളുകളുടെ പേര് പറഞ്ഞു തന്നുള്ളൂ. പേര് പറയാത്ത IRPC വളണ്ടിയർമാർക്കെല്ലാം വേണ്ടിയ ആ പേരിപ്പോൾ പറഞ്ഞു. ഇത് പേര് വരുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. മറിച്ച് ഈ നാട്ടിനകത്ത് ഒരു മനുഷ്യത്വം പറ്റാത്ത ആളുകളുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ്. ചടങ്ങിൽ കെ മധു അധ്യക്ഷനായി. ടി ഗോപാലൻ, KV രാധാമണി, PV ലക്ഷ്മണൻ നായർ, മുകുന്ദൻ്റെ, P ഹരികുമാർ, K മനുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിനു കീഴിൽ പരിശീലനം നേടിയ കോൽക്കളി ബാച്ചിന്റെ അരങ്ങേറ്റവും അനുബന്ധ പരിപാടികളും മെയ് 9, 10 തീയതികളിൽ അന്നൂർ ശാന്തിഗ്രാമിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിനു കീഴിൽ പരിശീലനം നേടിയ കോൽക്കളി ബാച്ചിന്റെ അരങ്ങേറ്റവും അനുബന്ധ പരിപാടികളും 2026 മെയ് 9, 10 തീയതികളിൽ അന്നൂർ ശാന്തിഗ്രാമിൽ നടക്കും. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും കോൽക്കളി കളരി ഗുരുക്കളുമായ ഡോക്ടർ AK വേണുഗോപാലൻ പരിശീലനം നൽകിയ 6ാമത് ബാച്ചാണ് അരങ്ങേറ്റം നടത്തുന്നത്. മെയ് 9 ശനിയാഴ്ച വൈകിട്ട് 5:30 കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ മുഖ്യപ്രഭാഷണം നടത്തും. കോൽക്കളി പരിശീലിപ്പിച്ച ഗുരു AK വേണുഗോപാലിനെ ചടങ്ങിൽ ആദരിക്കും. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കൾച്ചറൽ ടാലന്റ് സ്കോളർഷിപ്പ് നേടിയ
ദീപ് മിലൻ TK, ദിയ EP, അൻവിയ TV, ആഗ്നേയൻ M എന്നിവരെയും അനുമോദിക്കും. തുടർന്ന് കോൽക്കളി അരങ്ങേറ്റം നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ പയ്യന്നൂർ തായ്നേരി യോദ്ധ കളരിപ്പയറ്റ് അക്കാദമി അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് പ്രദർശനവും അരങ്ങേറും. മെയ് 10 ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന അവാർഡ് സമർപ്പണവും ആദര സമ്മേളനവും പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. അവാർഡ് ദാനവും ഉപഹാര സമർപ്പണവും കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് നിർവഹിക്കും. കേളപ്പൻ സ്മാരക കായിക കലാകേന്ദ്രം സ്ഥാപകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന TK കോമപ്പൊതുവാളുടെ പേരിലുള്ള അവാർഡ് സനൂപ് EC ഏറ്റുവാങ്ങും. കേളപ്പൻ സ്മാരക കായിക കലാകേന്ദ്രത്തിന്റെ പ്രധാന ഗുരുവും കളരി ഗുരുക്കളുമായിരുന്ന PP നാരായണൻ ഗുരുക്കളുടെ പേരിലുള്ള അവാർഡ് അഭിലാഷ് C ഏറ്റുവാങ്ങും. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി M പ്രദീപ് കുമാർ ആദരഭാഷണം നടത്തും. ചടങ്ങിൽ വെച്ച് കേളപ്പൻ സെന്ററിന്റെ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും. തുടർന്ന് പുരസ്കാര ജേതാക്കളെ ആദരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് മഹേഷ് V രാമകൃഷ്ണൻ, AKP നാരായണൻ, ഡോക്ടർ AK വേണുഗോപാലൻ, AP രാമചന്ദ്രൻ, CK പ്രമോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡാണ് തകർന്നിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിലെ നഴ്സിംഗ് കോളേജ് ഔഷധി റോഡ് തകർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമായി മാറുന്നു. കടന്നപ്പള്ളി, മുടിക്കാനം, ഏമ്പേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. കോളേജ് വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെ നിത്യേന നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ടാറിംഗ് നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂരിന്റെ കണ്ണാവുകയാണ് പച്ചത്തുരുത്തുകൾ. കേരളത്തെ 2 പച്ചത്തുരുത്തുകൾ നല്ല നാളേക്കായുള്ള പഞ്ചായത്തിന്റെ സമ്മാനമാണ്. കരിവെള്ളൂരിന്റെ കണ്ണാവുകയാണ് പച്ചത്തുരുത്തുകൾ. കേരളത്തെ 2 പച്ചത്തുരുത്തുകൾ നല്ല നാളേക്കായുള്ള പഞ്ചായത്തിന്റെ സമ്മാനമാണ്. അതിജീവനത്തിനായി ചെറുവനങ്ങൾ നിർമ്മിച്ച് സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനാണ് ഹരിത കേരള മിഷൻ പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ 8ാം വാർഡിൽ 2 പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചതും പരിപാലിക്കുന്നതും. അമ്പലങ്ങളുടെ സ്ഥലത്ത് നിർമ്മിക്കുന്ന ദേവഹിതം പച്ചത്തുരുത്ത് ഒരുക്കിയിരിക്കുന്നത് പെരളം ഭഗവതി ക്ഷേത്രത്തിന്റെ ഭൂമിയിലാണ്. 4 വർഷം മുൻപ് നട്ട വൃക്ഷത്തൈകൾ ഇവിടെ തലയെടുപ്പോടെ വളരുന്നു. ഇവിടെ മാവാണ് ഏറെയും. പ്ലാവും നെല്ലിയും പേരയുമെല്ലാം ഈ പച്ചത്തുരുത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നല്ലൊരു നാളേക്കായി കഴിഞ്ഞ ഭരണസമിതിയുടെ സംഭാവനയാണ് ഈ പച്ചത്തുരുത്തുകൾ. ഇനി വരുന്ന കാലത്തിന് ഇതിന്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തെങ്ങുകൾക്ക് ഭീഷണിയായി വെള്ളീച്ച ബാധ. ഇത് തെങ്ങിന്റെ ഉൽപാദനക്ഷമതയെ സാരമായി ബാധിക്കുന്നത് കർഷകർക്ക് വലിയ ഭീഷണിയാവുകയാണ്. പ്രതിവിധിയില്ലാതെ കർഷകർ ദുരിതത്തിൽ. തെങ്ങോലകളിൽ വെളുത്ത പൊടിപടലങ്ങൾ പോലെ പടരുന്ന വെള്ളീച്ചകളുടെ ആക്രമണം വ്യാപകമാകുന്നു. രാത്രികാലങ്ങളിൽ സജീവമാകുന്ന ഈ കീടങ്ങൾ തെങ്ങോലകളിലെ നീര് ഊറ്റിക്കുടിക്കുന്നതോടെ ഓലകൾ കരിഞ്ഞ് കറുത്ത നിറമായി മാറുകയാണ്. ഇത് തെങ്ങിന്റെ ഉൽപാദനക്ഷമതയെ സാരമായി ബാധിക്കുന്നത് കർഷകർക്ക് വലിയ ഭീഷണിയാവുകയാണ്. വളരെ ചെറിയ ജീവികളാണെങ്കിലും ഇവയുടെ ആക്രമണം തെങ്ങുകളുടെ നാശത്തിന് കാരണമാകുന്നു. നീര് ഊറ്റിക്കുടിച്ച ശേഷം ഓലകളിൽ കറുത്ത പൂപ്പൽ പടരുന്നത് പ്രകാശ സംശ്ലേഷണത്തെ തടസ്സപ്പെടുത്തുന്നു. മിക്ക തെങ്ങുകളും വളരെയധികം ഉയരമുള്ളതിനാലാണ് കീടനാശിനികൾ തളിക്കുന്നത് കർഷകർക്ക് അസാധ്യമാകുന്നത്. തെങ്ങിൽ കയറാൻ തൊഴിലാളികളെ ലഭിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ്. കാർഷിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾക്ക് വിപണിയിൽ അമിത വിലയാണ്. തേങ്ങയുടെ വില കുത്തനെ ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തുക ചെലവാക്കി തെങ്ങുകൾ സംരക്ഷിക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. വിപണിയിലെ വിലയിടിവും വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവുകളും കാരണം കർഷകർ നടുവൊടിഞ്ഞു നിൽക്കുമ്പോഴാണ് പുതിയ കീടബാധ ഇരുട്ടടിയായി മാറുന്നത്. കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായ ഇടപെടലുകളും സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ഉള്ള പ്രതിരോധ മാർഗങ്ങളും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സൈതമാടകത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സഫ കുടുംബസംഗമം മാടായിപ്പാറ വാടിഹുദയിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി വാദിഹൂദയിൽ നടന്ന സൈതമാടകത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ കുടുംബസംഗമം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ കുറേ ആൾ എനിക്ക്
വിളിച്ചിട്ട് ചങ്ങാതികളെന്ന് പറയാറില്ല. പ്രസംഗിക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം തന്നെയാണ് ഞാൻ നടന്നത്. കാരണം ഇന്ന് ഈ കൂട്ടായ്മയിൽ പ്രസംഗത്തിനപ്പുറം ഇന്ന് വൈകുന്നേരം വരെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു വലിയ തലം ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് വളരെ സ്നേഹത്തോടെ നടക്കാൻ വേണ്ടി പോവാണ്. ഡോക്ടർ ഉമർ ഫാറൂഖ് SLP അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് അനീസ് ഹസൻ ഫൈസി, മൊയ്തീൻ SLP, അമീർ അലി, പാറക്കൽ അബ്ദുള്ള, SKP സഖറിയ, SAP സലാം ഹാജി, SLP അബ്ദുൽ നാസർ, SAP മൊയിനുദ്ദീൻ, SKP അബ്ദുൽ ഖാദർ ഹാജി, ആയിഷ ബി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.